ചെറിയ ക്ലാരിറ്റി എനിക്ക് ലീഗിൽ നിന്ന് വേണം. കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള എത്ര പേരെ നിങ്ങൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് കഴിയുമോ? ആദരണീയനായ തങ്ങളുടെ കൈകളിൽ നിന്ന് 10 പേർക്കാണ് ഇന്നിവിടെ താക്കോൽദാനം നിർവഹിക്കുന്നത്. കണ്ണാടിപ്പോയിലും പൂളപ്പാടത്തും വീടുകൾ ഉയരുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? അത് മുസ്ലിം ലീഗുകാർക്കല്ല കൊടുത്തിട്ടുള്ളത്. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളും. കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാളെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയോ വീടോ വെച്ച് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരം നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്തണം. രാജൻ ചിറയിൽ, ഗോപി കുയ്വേലി, സൈതലവി പൊട്ടേങ്ങൽ, യൂസുഫ് പിച്ചൻ. ലീഗ് ഈ കാര്യത്തിലെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുകയാണ്. സർക്കാർ താമസിക്കുന്നിടത്ത് എളുപ്പം ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. അടുത്ത് തന്നെ ഇനി വയനാട് ചുരൽമലയിൽ മനോഹരമായ പുനരധിവാസത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ വരുന്നത് നമുക്ക് കാണാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും നഴ്സറി കുട്ടികളെ പോലെ മുസ്ലിം ലീഗ് എന്ന പാഠശാലയിൽ നിന്ന് പഠിക്കണം എങ്ങനെയാണ് പുനരധിവാസം നടത്തേണ്ടത് എന്ന്. സാമൂഹ്യവുമായി ബന്ധപ്പെട്ട ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട സകലമാന പ്രവർത്തനങ്ങളിലും അന്നും ഇന്നും എന്റെ വ്യക്തിപരമായ നിലപാട് ഇത് തന്നെയാണ്, നന്മയോടൊപ്പം നിൽക്കുക എന്നതാണ്. കാരുണ്യ പ്രവർത്തന രംഗത്ത് കനിവുള്ള, ദയയുള്ള, നന്മയുള്ള, വെണ്മയുള്ള, ഉണ്മയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് എവിടെയും പറയാൻ സാധിക്കും. ഹലോ